ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളെക്കുറിച്ച് ഒരാൾ ഒരു പ്രവചനം പറയുമ്പോൾ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചിട്ട് അവരോട് പറയുന്നു, ഭാവി കാലത്ത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറയുന്ന പ്രവചനങ്ങളെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിലോട്ട് ശ്രദ്ധ തിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നാം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ശൗലിനെ ദൈവം രാജാവായി അഭിഷേകം ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. പക്ഷേ ശൗൽ കുറേ നാൾ കഴിഞ്ഞ ശേഷം അനുസരണക്കേട് കാണിക്കുന്നത് കൊണ്ട് ശൗലിനെ ദൈവം രാജസ്ഥാനത്ത് നിന്ന് തള്ളുന്നു. അതേസമയം ദൈവം ദാവീദിനെ ശൗലിന് പകരം അഭിഷേകം ചെയ്യുന്നു. ദാവീദ് പിന്നീട് രാജാവായി മാറുന്നതും നമുക്കവിടെ കാണുവാൻ സാധിക്കും. ദൈവം സർവ്വജ്ഞാനി ആയതുകൊണ്ട് തന്നെ ശൗൽ പിന്നീട് അനുസരണം കാണിക്കും എന്നുള്ളതും ദാവീദ് രാജാവാകും എന്നുള്ളതും ദൈവം മുന്നമേ കണ്ടിരുന്നു. കാരണം ഉൽപ്പത്തി 49-ാം അധ്യായം യാക്കോബ് ജീവിച്ചിരുന്നത് ശൗലിനും ദാവീദിനും എത്രയെങ്കിലും കാലം മുമ്പാണ്. യാക്കോബ് യഹൂദയെക്കുറിച്ച് പ്രവചിക്കുന്നു, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും മാറിപ്പോകയില്ല എന്ന് ഉൽപ്പത്തി 49-10 ആണ് കാണുവാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മെക്കുറിച്ചും ഏതെങ്കിലും ഒരു പ്രവാചകൻ ഒരു പ്രവചനം പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം ദൈവം സർവ്വജ്ഞാനി ആയതുകൊണ്ട് ദൈവം ഇത് ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. പക്ഷേ ഇന്നത്തെ കാലത്ത് പ്രവാചകന്മാർ പലപ്പോഴും സത്യമാണോ പറയുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എങ്ങനെയാണ് പ്രവാചകന്മാർ പറയുന്നത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നമ്മളെക്കുറിച്ച് 2 പ്രവാചകന്മാർ ഒരേ പ്രവചനം പറയുന്നു എന്നുണ്ടെങ്കിൽ ആ പ്രവചനം സത്യമായിരിക്കും. കാരണം യോഹന്നാൻ 8:17 യേശു തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്, 2 പേരുടെ സാക്ഷ്യം സത്യമെന്ന് ന്യായപ്രമാണത്തിൽ പറയുന്നു എന്ന്. നമ്മളെക്കുറിച്ച് 2 പ്രവാചകന്മാർ 2-3 പ്രവാചകന്മാർ സാക്ഷ്യം ഒരേപോലെ പ്രവചിച്ച് പറഞ്ഞാൽ ആ സാക്ഷ്യം സത്യമാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുപ്പ സ്തോത്രം, ഹല്ലേലൂയ യേശുപ്പ. ഞങ്ങൾ പല പ്രവചനങ്ങളും കേട്ട് കർത്താവേ യേശുപ്പ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങയുടെ ഹിതപ്രകാരം പറഞ്ഞ പ്രവചനങ്ങളെല്ലാം യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണമേ കർത്താവേ യേശുവേ. അങ്ങയുടെ രാജ്യം വരണമേ കർത്താവേ യേശുപ്പ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങയുടെ നാമത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ കർത്താവേ യേശുപ്പ സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.